ഹലോ ഗൈസ്, ഇന്ന് നമുക്കില്ലേ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു അറബിക് ഡിഷ് ഉണ്ടാക്കിയാലോ. വേറൊന്നുമല്ല കേട്ടോ, ചിക്കൻ ഫത്തായർ. പേര് കേട്ടിട്ട് നിങ്ങൾ നെട്ടൊന്നും വേണ്ട. നമ്മളൊരു ബന്നിൽ ചെയ്തെടുക്കുന്നൊരു റെസിപ്പിയാണ്. ഈസിയാണ്, നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം അല്ലേ. ആദ്യം തന്നെ ഒരു ഡ്രൈ ആയിട്ടുള്ള ബൗളെടുക്കുക. അതിലേക്ക് ഒരു 2 കപ്പ് മൈദ ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാനിപ്പം 250 ml മെഷർമെൻറ്റിൽ 2 കപ്പ് മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കണം. പിന്നെ വേണ്ടത് ഒരു 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ശരിക്കും ഒലീവ് ഓയിലാണ് എടുക്കേണ്ടത്, പക്ഷേ എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. പിന്നെ കൂടെ തന്നെ ഒരു 2 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ചേർത്ത് കൊടുക്കണം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊരു 3/4 കപ്പ് നല്ല ചൂടുള്ള പാലിൽ, അതായത് ഇളം ചൂടുള്ള പാലിൽ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം കേട്ടോ. അപ്പം മൊത്തം 1 കപ്പ് പാലാണ് നമുക്ക് വേണ്ടത്. ആദ്യം 3/4 കപ്പ് ഇളം ചൂടുള്ള പാൽ ഒഴിച്ചിട്ട് ഒരു 5 മിനിറ്റ് കുഴച്ചെടുത്തതിന് ശേഷം 1/4 കപ്പ് പാൽ വീണ്ടും ഒഴിച്ചിട്ട് നന്നായിട്ടൊരു 10-12 മിനിറ്റ് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ലൊരു ഡോ ആയിട്ട് മാറും. അപ്പോൾ കണ്ട 10 മിനിറ്റ് ശേഷം നമ്മുടെ മാവ് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഡോ നമുക്ക് കിട്ടും കേട്ടോ. ഇനി നമുക്ക് അൺസോൾട്ടഡ് ബട്ടർ വേണം. ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ അൺസോൾട്ടഡ് ബട്ടർ ചേർക്കുക. എന്നിട്ട് നമ്മൾ കുഴച്ച് വെച്ച മാവുണ്ടല്ലോ, അതിൻ്റെ ഉള്ളിൽ ഇതുപോലെ ഫില്ല് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് വീണ്ടും ഒന്ന് റോൾ ചെയ്തെടുക്കണം. എന്നിട്ട് വീണ്ടും ഒരു 2-3 മിനിറ്റ് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ബട്ടർ നല്ലോണം സോഫ്റ്റ് ആവണം. അതായത് നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് ഒരു 2 മണിക്കൂറെങ്കിലും പുറത്തെടുത്ത് വെച്ചാൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബട്ടർ കിട്ടുള്ളൂ കേട്ടോ. അത് ഈ മാവിൽ വെച്ചിട്ട് നമ്മളിത് ഉള്ളിൽ ഫില്ല് ചെയ്തിട്ട് വീണ്ടും ഒരു 2-3 മിനിറ്റ് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല എക്സ്ട്രാ സോഫ്റ്റ് ആയിട്ടുള്ള ബന്ന് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ കണ്ട ഈ ഒരു ഡോൻ്റെ ഷേപ്പോ അതിൽ ഈ ഡോൻ്റെ ഒരു ടെക്സ്ചർ കണ്ട നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ടെക്സ്ചറാണ്. ഇതുപോലെ റൗണ്ടായിട്ട് കിട്ടണം. എന്നിട്ട് ഇതുപോലെ ഒന്ന് റോൾ ചെയ്തതിന് ശേഷം ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. 1 മണിക്കൂറാണ് റെസ്റ്റിംഗ് ടൈം. അപ്പോൾ ഇത് ഇവിടെ വെച്ചിട്ട് ഒരു ടീസ്പൂൺ അളവിൽ ഒലീവ് ഓയിലോ സൺഫ്ലവർ ഓയിലോ അതിൻ്റെ മേലിലൊന്ന് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം നമുക്കിത് മൂടി വെച്ചിട്ട് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാം. ആ ഒരു മാവ് ഡ്രൈ ആവാണ്ടിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഇനി അടുത്തതായിട്ട് നമുക്ക് ചിക്കൻ്റെ ഫില്ലിങ് തയ്യാറാക്കണം. അപ്പോൾ അതിനായിട്ട് ഒരു 1/2 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് കേട്ടോ. എല്ലില്ലാത്തതോ എല്ലുള്ളതോ എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ സാധാരണ നമ്മുടെ ചിക്കൻ പീസ് ഉണ്ടല്ലോ, അതാണ് എടുത്തിട്ടുള്ളത്. അത് ഇതിൽ നിന്ന് റിമൂവ് ചെയ്യുക ഫ്രൈ ആക്കിയതിന് ശേഷം. അപ്പോൾ ഒരു 1/2 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും 1/4 ടീസ്പൂൺ ഗരം മസാല പൗഡറും 2 ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീരി ചില്ലി പൗഡറും ചേർത്ത് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ആ മസാലപ്പൊടികളൊക്കെ ചിക്കനിലെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നല്ലപോലെ മിക്സാക്കിയിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെക്കുക. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ഒലീവ് ഓയിലോ സൺഫ്ലവർ ഓയിലോ ഒഴിച്ചെടുക്കുക കേട്ടോ. നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഒരു മീഡിയത്തിലിട്ടിട്ട് നമ്മളെ ചിക്കൻ പീസസ് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. സാധാരണ നമ്മൾ ചിക്കൻ പൊരിക്കുന്ന പോലെ തന്നെ ഒരു 10-20 മിനിറ്റ് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആവും കേട്ടോ. അങ്ങനെ നമ്മുടെ ചിക്കൻ ഫ്രൈ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ചൂടൊന്ന് പോയതിന് ശേഷം ഈ കൊട്ടിൽ നിന്നും ചിക്കൻ ഒന്ന് റിമൂവ് ചെയ്യുക. ഈ ഇറച്ചി ഒന്ന് റിമൂവ് ചെയ്തിട്ട് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് പൾസ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഇതുപോലെ നല്ല പൊടി പോലെ കിട്ടും കേട്ടോ.
അപ്പോൾ അതവിടെ മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതിലേക്കുള്ള ഫില്ലിങ് തയ്യാറാക്കണം. അപ്പോൾ അതിനായിട്ട് ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെക്കാം. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ സൺഫ്ലവർ ഓയിലോ ഒലീവ് ഓയിലോ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് 2 മീഡിയം സൈസ് സവാള നന്നായിട്ട് ചോപ്പ് ചെയ്ത് ഇട്ട് കൊടുക്കാം കേട്ടോ. 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കാം കേട്ടോ. അതായത് ഉള്ളിയൊക്കെ ഒന്ന് വാടി വരണം. ആ ഒരു പച്ചമണമൊക്കെ നന്നായിട്ട് പോയിട്ട് ഉള്ളിയൊക്കെ ജസ്റ്റ് ഒന്ന് വാടി വരണം. ആ ഒരു സമയം വരെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. അങ്ങനെ ഇത് ഉള്ളിൻ്റെ പച്ചമണം മാറിക്കഴിഞ്ഞാൽ 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലെക്സും 1 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 2 പിടിയോളം മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. അത് ലാസ്റ്റാണ് ഇട്ട് കൊടുക്കേണ്ടത്. അതും കൂടി ഇട്ടിട്ട് നല്ലപോലെ മിക്സാക്കിയിട്ട് ഇതാ നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു ചിക്കൻ ഉണ്ടല്ലോ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ലോണം മിക്സാക്കി കഴിഞ്ഞാൽ ഒരു 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. 1/2 ടീസ്പൂൺ അളവിൽ ഒറിഗാനോയും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഇളക്കി കഴിഞ്ഞാൽ നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡിയായി കേട്ടോ. അങ്ങനെ 1 മണിക്കൂറിന് ശേഷം നമ്മുടെ മാവൊക്കെ നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. നല്ല ഡബിളായിട്ട് പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് പരത്തിയെടുക്കണം. കൗണ്ടർ ടോപ്പിൽ ഒരു പിടി മൈദ ഡസ്റ്റ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം വീണ്ടും നമ്മുടെ മാവ് ഒരു 2 മിനിറ്റോളം നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ. എന്നിട്ട് എത്ര പീസായിട്ടാണോ നമ്മൾ കട്ട് ചെയ്യുന്നത് അത്ര പീസാക്കുക. ഞാനിപ്പോൾ ഒരു 8 പീസ് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതുപോലെ ബോൾസ് ആക്കിയിട്ട് ഇത് നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കുക. നീളത്തിൽ നമ്മൾ നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കുക കേട്ടോ. അധികം കനയിലാണ് നന്നായിട്ട് പരത്തിയതിന് ശേഷം വീഡിയോ കാണുന്ന പോലെ തന്നെ ഇതിൻ്റെ സൈഡിൽ മൊത്തം ഫില്ലിങ് കുറച്ചായിട്ട് ഫില്ലിങ് റൗണ്ടായിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ആ സൈഡിലെ മാവ് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം, ഈ വീഡിയോ കാണുന്ന പോലെ. അപ്പോൾ കണ്ട ഇതുപോലെ ഫുള്ളായിട്ട് ഒന്ന് റൗണ്ട് ഷേപ്പിൽ ഒട്ടിച്ചെടുക്കാം. എന്നിട്ട് നമുക്കിതൊരു തോണി പോലെ ഷേപ്പിലാക്കിയെടുക്കണം. നമ്മൾ കൈ വെച്ചിട്ട് തന്നെ ഇതുപോലെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് തന്നെ തോണി പോലെ ആവട്ടോ. ഇനി നമുക്കിത് ബേക്കിംഗ് ട്രേയിൽ വെക്കാം. അതിന് ശേഷം നമുക്കിതിൻ്റെ നടുക്ക് ഈ ഒരു നടുഭാഗത്തായിട്ട് നമ്മുടെ ഫില്ലിങ് നിറച്ച് കൊടുക്കാം കേട്ടോ. അങ്ങനെ ഫില്ലിങ് ഫുള്ളായിട്ട് ഇട്ട് കൊടുത്താൽ അതിൻ്റെ മേലിൽ നമുക്ക് മൊസറല്ല ചീസ് ഇട്ട് കൊടുക്കണം. ഒരു പിടിയോളം മൊസറല്ല ചീസ് അതിൻ്റെ മേലിൽ ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് മല്ലിയിലയും കൂടി അതിൻ്റെ മേലിലൊന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. അടുത്തതായിട്ട് ഇതിൻ്റെ സൈഡിലൊക്കെ നമുക്കൊന്ന് എഗ് വാഷ് ചെയ്യണം. എഗ്ഗോ അല്ലെങ്കിൽ മിൽക്ക് വാഷോ ചെയ്യാം. ഞാനിപ്പോൾ ഒരു മുട്ട നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് ഇതിൻ്റെ സൈഡ് എഡ്ജസൊക്കെ നമുക്കിത് ഇതുപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എഗ് വാഷ് ചെയ്യാം. അതിനുശേഷം നമുക്ക് സീസമി സീഡ്സ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. കാണാൻ നല്ല ലുക്കാണ്. അപ്പോൾ ഞാനിപ്പോൾ ബ്ലാക്കും വൈറ്റും എള്ളെടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ഇതാ സൈഡിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ എഗ് വാഷ് ചെയ്ത സ്ഥലങ്ങളിലൊക്കെ സൈഡിൽ ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയാണ് കാണാൻ. ഇനി ഇത് 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത ഓവനിൽ 180 തന്നെ ഒരു 15 മിനിറ്റ് ബേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഫത്തയർ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഈ വീഡിയോ കാണുന്ന പോലെ തന്നെ നല്ല സോഫ്റ്റ് ബന്നാണ്, അതുപോലെ തന്നെ നല്ല ചീസിയാണ്. ഇത് നല്ല ചൂടോടുകൂടി കഴിക്കണം. കാരണം നമ്മൾ ചീസൊക്കെ ഇട്ടുകൊണ്ട് തന്നെ ആ ഒരു മെൽറ്റിംഗ് ടൈമിൽ തന്നെ നമ്മൾ കഴിക്കുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. അല്ലെങ്കിൽ ഒന്നും കൂടി ചൂടാക്കേണ്ടി വരും. നേരത്തെ തന്നെ ഉണ്ടാക്കിയിട്ട് നോമ്പിൻ്റെ സമയമായതുകൊണ്ട് കുറച്ചും കൂടി നേരത്തെ തന്നെ നമ്മൾ ഉണ്ടാക്കുമല്ലോ. അപ്പോൾ ആ ഒരു സമയത്ത് ഓവനിൽ വെച്ചിട്ടൊന്ന് ചൂടാക്കാം. അപ്പോൾ നിങ്ങളിതെന്തായാലും വീട്ടിൽ ട്രൈ ചെയ്യണം, എങ്ങനെയുണ്ടെന്ന് പറയണം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ഫ്രം മനൂസ് വേൾഡ്. താങ്ക് യു.